ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചു. ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പോളിനോമിയൽസ്. നമ്മുടെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ്റെ വേരിയബിൾസിൻ്റെ എക്സ്പോണൻസിലെ അത് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ അങ്ങനെ വരുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയാം. അപ്പോൾ പോളിനോമിയൽസിനകത്ത് ഒരേ ഒരു ടേമേ ഉള്ളെങ്കിൽ അതിനെ മോണോമിയൽ എന്ന് പറയും. രണ്ട് ടേം ഉണ്ടെങ്കിൽ ബൈനോമിയൽ എന്ന് പറയും. അപ്പോൾ ഇനി ടേമിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? പ്ലസ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ടേംസ്. അപ്പോൾ ബൈനോമിയൽ ആണെങ്കിൽ രണ്ട് ടേം. ഇനി ട്രൈനോമിയൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് 3 ടേം വരും. ഇനി ഇതിൻ്റെ മേലേക്ക് വരുന്ന 4 ടേം 5 ടേം 6 ടേം അങ്ങനെയൊക്കെ വരുന്ന പോളിനോമിയൽസിന് പ്രത്യേകിച്ച് പേരുകളില്ല. അവരെല്ലാം നമ്മൾ പോളിനോമിയൽ എന്ന് തന്നെയാണ് പറയുക. മോണോമിയൽ ഇൻറ്റു മോണോമിയൽ. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 3x ആൻഡ് 4x സ്ക്വയർ. അപ്പോൾ അത് തന്നെ ക്വസ്റ്റ്യൻ എഴുതാം. 3x ഇൻറ്റു 4x സ്ക്വയർ ഈക്വൽ ടു, ഈ 3xനെ ഇങ്ങനെ എഴുതാം, 3 ഇൻറ്റു എക്സ് ഇൻറ്റു, ഇനി 4x സ്ക്വയറിന് 4 ഇൻറ്റു എക്സ് സ്ക്വയർ തന്നെ എഴുതിയാൽ മതി. ഇനി ഇവിടെ 3, 4 ഇവ രണ്ടും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 4 എന്ത് കിട്ടും? 12. ഇനി ഇൻറ്റു എക്സും എക്സ് സ്ക്വയറും. അപ്പോൾ ഇവിടെ നമുക്ക് ലോസ് ഓഫ് എക്സ്പൊണൻസ് യൂസ് ചെയ്യാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എന്താണ് എ റേസ് ടു എം പ്ലസ് എൻ? അപ്പോൾ എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് റേസ് ടു 1 പ്ലസ് 2 ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 ഇൻറ്റു എക്സ് ക്യൂബ്. പിന്നെ നമുക്ക് 12 എക്സ് ക്യൂബ് എന്നെഴുതാം. മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ. മൾട്ടിപ്ലൈ 3p ആൻഡ് 4p സ്ക്വയർ പ്ലസ് 5. 3p ഇവിടെ ഒരു ടേമേ ഉള്ളൂ, അപ്പോൾ അതെന്താണ്? മോണോമിയൽ. ഇൻറ്റു 4p സ്ക്വയർ പ്ലസ് 5. അവിടെ എത്ര ടേം ഉണ്ട്? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം. അപ്പോൾ അതൊരു ബൈനോമിയലാണ്. 4p സ്ക്വയർ പ്ലസ് 5. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഈ 3pനെ ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് ടേം വെച്ചും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ 3p ഇൻറ്റു ഫസ്റ്റ് ടേം, 3p ഇൻറ്റു 4p സ്ക്വയർ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള സൈൻ എന്താണ്? പോസിറ്റീവ് സൈൻ, അതിട്ട് കൊടുക്കുക. ഇനി 3p ഇൻറ്റു സെക്കൻഡ് ടേം 5, 3p ഇൻറ്റു 5. ഇനി ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ എന്താ? ഇത് മോണോമിയൽ ഇൻറ്റു മോണോമിയൽ, ഇതും മോണോമിയൽ ഇൻറ്റു മോണോമിയൽ. ഇനി 3p ഇൻറ്റു 4p സ്ക്വയറിൽ 3 ഇൻറ്റു 4 12. ഇനി p ഇൻറ്റു p സ്ക്വയർ, ലോസ് ഓഫ് എക്സ്പൊണൻസ്, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇവിടെ p ഇൻറ്റു p സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? p ക്യൂബ് പ്ലസ്, ഇനി 3p ഇൻറ്റു 5, ഇവിടെ 3യും 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 15. ഈ p അതേപോലെ തന്നെ എഴുതാം. അടുത്തത് ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ബൈനോമിയൽ ഇൻറ്റു ബൈനോമിയൽ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 2x പ്ലസ് 5 ആൻഡ് 4x മൈനസ് 3. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. 2x പ്ലസ് 5 ഇൻറ്റു 4x മൈനസ് 3. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷനെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 2x പ്ലസ് 5ലെ ഫസ്റ്റ് ടേം എന്താണ്? 2x ഇൻറ്റു സെക്കൻഡ് എക്സ്പ്രഷൻ അതേപോലെ തന്നെ എഴുതാം. ഇനി സെക്കൻഡ് ടേം എന്താണ്? ഫസ്റ്റ് എക്സ്പ്രഷനിലെ പ്ലസ് 5, അപ്പോൾ പ്ലസ് 5 ഇൻറ്റു, ഇനി സെക്കൻഡ് എക്സ്പ്രഷൻ എന്താണ്? 4x മൈനസ് 3, അത് അതേപോലെ തന്നെ എഴുതാം. ഇനി ഈ 2x വെച്ചിട്ട് ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2x ഇൻറ്റു 4x പ്ലസ് 2x നെഗറ്റീവ് 3 മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു നെഗറ്റീവ് 3. ഇനി പ്ലസ്
ഈ 5 വെച്ചിട്ട് 4x മൈനസ് 3 അതിൽ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 ഇൻറ്റു 4x. ഈ 5 ഇൻറ്റു -3. അപ്പോൾ പ്ലസ് ഇടുക 5 ഇൻറ്റു -3 ഈക്വൽ ടു ഇനി 2x ഇൻറ്റു 4x. ഇതിൽ 2 ഇൻറ്റു 4 എന്താണ് 8. x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഇനി 2x ഇൻറ്റു -3. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു -3 വരുമ്പോൾ എന്ത് വരും -6x പ്ലസ് ഇനി 5 ഇൻറ്റു 4x അതെന്ത് വരും 20x. അടുത്തത് 5 ഇൻറ്റു -3 അപ്പോൾ എന്താ വരിക -15. ഇനി ഇവിടെ ലൈക്ക് ടേംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് എന്താണ് ടേമിൻ്റെ വേരിയബിൾ പാർട്ട് സെയിം ആയിട്ടുള്ള എന്തെങ്കിലും ടേംസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി -6x പ്ലസ് 20x. 8x² അങ്ങനെ എഴുതാം. ഇനി -6x പ്ലസ് 20x കൂടെ ചെയ്യുമ്പോൾ പ്ലസ് 14x മൈനസ് 15. അടുത്തത് ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എക്സ്പ്രഷനിൽ എത്ര ടൈം ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3. സെക്കൻഡ് എക്സ്പ്രഷനിലും 1 2 3. ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എക്സ്പ്രഷനെ നമ്മൾ അതിൽ ഓരോ ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് എക്സ്പ്രഷൻ്റെ കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എ ഇൻറ്റു ഫസ്റ്റ് എക്സ്പ്രഷനിലെ ഫസ്റ്റ് ടേം എ ഇൻറ്റു സെക്കൻഡ് എക്സ്പ്രഷൻ അതേപോലെ എഴുതാം എ പ്ലസ് ബി മൈനസ് സി. ഇനി ഫസ്റ്റ് എക്സ്പ്രഷനിലെ സെക്കൻഡ് ടേം പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. സെക്കൻഡ് എക്സ്പ്രഷൻ അതേപോലെ തന്നെ എഴുതി. ഇനി പ്ലസ് സി തേർഡ് ടേം ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. ഇനി എന്ത് ചെയ്യണം? ഈ എ വെച്ചിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള 3 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എ ഇൻറ്റു എ പ്ലസ് അടുത്തത് എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു നെഗറ്റീവ് സി പ്ലസ്. അപ്പം ആദ്യത്തേത് കഴിഞ്ഞു, ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി ഈ ബി വെച്ചിട്ട് ബ്രാക്കറ്റിലുള്ള ഓരോരുത്തരെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ബി. ഇനി പ്ലസ് ബി ഇൻറ്റു തേർഡ് ടൈമിന് മൾട്ടിപ്ലൈ ചെയ്യും ബി ഇൻറ്റു നെഗറ്റീവ് സി പ്ലസ്. അപ്പം ഇനി ഇതാണ് ചെയ്യേണ്ടത് സി ഇൻറ്റു എ പ്ലസ് സി വെച്ചിട്ട് അടുത്തിട്ട് സി ഇൻറ്റു ബി. ഇനി സി ഇൻറ്റു ലാസ്റ്റ് പ്ലസ് സി ഇൻറ്റു നെഗറ്റീവ് സി ഈക്വൽ ടു. ഇനി ഓരോന്ന് നോക്കാം. എ ഇൻറ്റു എ എന്താണ് എ സ്ക്വയർ. എ ഇൻറ്റു ബി എ ബി. സൈൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എ ഇൻറ്റു നെഗറ്റീവ് സി അപ്പോൾ എന്താ വരിക നെഗറ്റീവ് എ സി. ഇനി അടുത്തത് ബി ഇൻറ്റു എ ബി എന്ന് വരും, അതിനെ നമുക്ക് എ ബി എന്ന് തന്നെ എഴുതാം. ഇനി അടുത്തത് ബി ഇൻറ്റു ബി ബി സ്ക്വയർ. അടുത്തത് ബി ഇൻറ്റു നെഗറ്റീവ് സി അപ്പോൾ നെഗറ്റീവ് ബി സി. അടുത്തത് സി ഇൻറ്റു എ അതിനെ എ സി എന്ന് എഴുതാം. ഇനി അടുത്തത് സി ഇൻറ്റു ബി സി ബി ബി സി എന്ന് എഴുതാം. സി ഇൻറ്റു നെഗറ്റീവ് സി അപ്പോൾ ഇവിടെ നെഗറ്റീവ് സി സ്ക്വയർ. ഇനി ഇവിടെ നമുക്ക് ലൈക്ക് ടേംസ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ടേം എ സ്ക്വയറിന് വേറെ ഒന്നുമില്ല, അപ്പോൾ എ സ്ക്വയർ അതുപോലെ എഴുതി. ഇനി പ്ലസ് എ ബിക്ക് വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. കണ്ടോ ഇവിടുത്തെ ഒരു എ ബിയും കൂടി ഉണ്ട്. പ്ലസ് 2ab. ഇനി ഇവിടെ നെഗറ്റീവ് എ സി ഇവിടെ പ്ലസ് എ സി അപ്പോൾ എന്താവും 0 ആയി പോകും, അത് ക്യാൻസൽ ചെയ്ത് കളയാം. അടുത്തത് പ്ലസ് ബി സ്ക്വയർ. ഇനി അടുത്തത് നെഗറ്റീവ് ബി സി. ഇവിടെ കണ്ടോ ഒരു പ്ലസ് ബി സി ഉണ്ട്, അപ്പോൾ അവർ രണ്ടിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അടുത്തത് നെഗറ്റീവ് സി സ്ക്വയർ. അടുത്തത്
എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 3/4 a² + 3b² ആൻഡ് 4 × a² - 2/3b². അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലേ ഇതോടെ ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, രണ്ടിലും 2 ടേം വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ 3/4 a² + 3b² ഇൻറ്റു ഇനി ഈ 4 × a² - 2/3b², ഈ 4 എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനുള്ള 2 ടേമിനും കോമൺ ആണ്. അപ്പോൾ ആദ്യം തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 × a² 4a² - 4 × 2/3b² ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8/3b² ഈക്വൽ ടു, ഇവിടെ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ ഓരോ ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സെക്കൻഡ് എക്സ്പ്രഷനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3/4 a² ഇൻറ്റു സെക്കൻഡ് എക്സ്പ്രഷൻ അതുപോലെ എഴുതാം, 4a² - 8/3b². ഇനി ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ രണ്ടാമത്തെ ടേം പ്ലസ് 3b² ഇൻറ്റു 4a² - 8/3b² ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? ഈ 3/4 a² വെച്ചിട്ട് ഈ ബ്രാക്കറ്റിനുള്ള 2 ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു ഫസ്റ്റ് ടേം 4a², ഇനി പ്ലസ് 3/4 a² ഇൻറ്റു എന്ത് വരും? -8/3b² പ്ലസ് ഇനി ഇത് 3b² ഇൻറ്റു 4a² പ്ലസ് 3b² ഇൻറ്റു സെക്കൻഡ് ടേം -8/3b² ഈക്വൽ ടു, ഇനി ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്ത് വരും? 3 ഇൻറ്റു പിന്നെ a², ഇവിടെ ഒരു a² ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താവും? ലോസ് ഓഫ് എക്സ്പൊണൻസ് യൂസ് ചെയ്യുമ്പോൾ a², a⁴. ഇനി അടുത്തത് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു 3, ന്യൂമറേറ്ററിൽ ഒരു 3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടെ ഒരു 4, ഇവിടെ 8, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2. അപ്പോൾ -2 a² b². അടുത്തത് ഇവർ, അപ്പോൾ ഇവിടെ 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 a² b². b² a² ആണ്, അതിന് ഞാൻ a² b² എന്ന് എഴുതി. ഇനി അടുത്തത് ഇവരുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയും. പിന്നെ ഇവിടെ -8 ആണ്. അപ്പോൾ പ്ലസിന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് വരും. -8b⁴. b² × b² ചെയ്യുമ്പോൾ b⁴ ഈക്വൽ ടു, എന്തെങ്കിലും ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ -2 a² b², 12 + 12 a² b² ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം 3a⁴ അതുപോലെ എഴുതി. ഇനി -2ഉം + 12ഉം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? +10 a² b². അടുത്തത് -8b⁴, അത് അതേപോലെ എഴുതാം. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത് നിങ്ങൾക്കുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൾട്ടിപ്ലൈ 4p ആൻഡ് q + p. അപ്പോൾ ഇവിടെ 4p എന്ന് പറയുന്നത് ഒരു മോണോമിയലാണ്, ഒരു ടേമല്ലേ ഉള്ളൂ. അടുത്തത് q + p, അവിടെ എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. അപ്പോൾ അതൊരു ബൈനോമിയലാണ്. അപ്പോൾ മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് t + s² ഇൻറ്റു t² - s. അപ്പോൾ ഇവിടെ 2 എക്സ്പ്രഷനിലും 2 ടേം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ബൈനോമിയൽ ഇൻറ്റു ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിലിടാം.